കതിരൂർ മനോജ് വധക്കേസിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്ന് ആരോപണങ്ങളിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്നും അതിനാൽ UAPയെ ഉൾപ്പെടുത്തിയതിൽ തെറ്റില്ലെന്നും വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് KT ശങ്കരൻ, KP ജ്യോതിന്ദ്രനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കേസ് ഡയറിയിലെ വസ്തുതകളുടെ ആധികാരികത ഇപ്പോൾ പരിശോധിക്കുന്നില്ലെന്നും അവ പിന്നീട് തെളിയിക്കപ്പെടേണ്ടതാണെന്നും കോടതി വ്യക്തമാക്കി. CBIയും സർക്കാരും ഒത്തുകളിച്ചുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. UAPയെ ചുമത്തപ്പെട്ട RSS പ്രവർത്തകർക്ക് ജാമ്യം നൽകിയിട്ടുണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. P. ജയരാജനെ പ്രതി ചേർത്തത് RSS ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. RSSന്റെ തലവൻ മോഹൻ ഭാഗവത് കൊച്ചിയിൽ സന്ദർശനം നടത്തിയ സന്ദർഭത്തിലാണ് മനോജിൻ്റെ ബന്ധുക്കളെന്ന് പറഞ്ഞ് ചില RSSകാർ മോഹൻ ഭാഗവതിനെ സന്ദർശിച്ച് P. ജയരാജന് എന്തു വന്നാലും ഈ കേസിൽ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ RSS തലവൻ മോഹൻ ഭാഗവത് കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇടപെട്ടുകൊണ്ടാണ് CBI ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി P. ജയരാജനെ പ്രതി ചേർക്കുന്നതിനുള്ള നടപടികൾ പിന്നീട് സ്വീകരിക്കപ്പെട്ടത്. കതിരൂർ മനോജ് വധക്കേസിൽ CBIയും സർക്കാരും ഒത്തുകളിച്ചുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പീപ്പിൾ എക്സ്ക്ലൂസീവ് ബാർക്കോഴ CDയിൽ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി മറച്ചുവെച്ച ശബ്ദരേഖയുടെ ഭാഗം പീപ്പിൾ TV പുറത്തുവിട്ടു. 3 മന്ത്രിമാരെക്കുറിച്ചും അഡ്വക്കേറ്റ് ജനറലിനെക്കുറിച്ചും CDയിൽ വെളിപ്പെടുത്തലുണ്ട്. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, K. ബാബു, PJ ജോസഫ് എന്നിവരുടെ പേരുകളാണ് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകൾ CDയിൽ പരാമർശിക്കുന്നത്. സുകേശനും ബിജുവിനുമെതിരെ കേസെടുത്ത വിജിലൻസ് എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്നില്ല എന്ന ചോദ്യമാണ് CDയിലെ പരാമർശങ്ങൾ ഉയർത്തുന്നത്. 2014 ഡിസംബർ 31 കൊച്ചിയിൽ ചേർന്ന ബാറുടമകളുടെ യോഗത്തിന്റെ ശബ്ദരേഖയുടെ ഒരു ഭാഗമാണ് വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി വഴി പുറത്തുവന്നത്. ബിജു രമേശും വിജിലൻസ് SP R. സുകേശനും സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു സാരാംശം. സംഭവത്തിൽ ഇരുവർക്കുമെതിരെ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. എന്നാൽ അതേ CDയിലെ മറ്റു വെളിപ്പെടുത്തലുകൾ വിജിലൻസ് ഡയറക്ടർ മറച്ചുവെച്ചുവെന്ന് വ്യക്തമാവുകയുമാണ്. ബാർക്കോഴയിൽ മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകളുടെയും ഇടപെടലിനെക്കുറിച്ച് ബാറുടമകൾ നടത്തിയ സംഭാഷണങ്ങൾ ആണ് വിജിലൻസ് ഡയറക്ടർ മറച്ചുവച്ചത്. മന്ത്രി K. ബാബു അടച്ച ബാറുകൾ തുറക്കാൻ സഹായം വാഗ്ദാനം ചെയ്തുവെന്നാണ് ബിജു രമേശിന്റെ പരാമർശം. അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി തങ്ങൾക്ക് വലിയ സഹായം ചെയ്തുവെന്നായിരുന്നു മറ്റൊരു ബാറുടമയുടെ പരാമർശം. സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് K. ബാബു ഫസ്റ്റില് പറഞ്ഞില്ലേ, ബാബുവാണല്ലോ നമുക്ക് സപ്പോർട്ടറായിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ബിജു രമേശ് യോഗത്തിൽ പറഞ്ഞത് ഇപ്രകാരം: ഞാൻ അതിനു പറഞ്ഞില്ല, മറ്റേ ജോർജ് എന്ന് പറഞ്ഞ പാർട്ടി വിളിച്ച് തോമസ് സാറിന്റെ എന്നെ വിളിച്ച് പറഞ്ഞാൽ രമേശ് പൈസ കൊടുത്താലേ നടക്കുള്ളൂ, നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ എന്നോട് സംസാരിച്ചത്. രമേശ് ചോദിക്കണം അവർക്ക് ചെയ്തിട്ട് എനിക്കെന്താ കാര്യമാണ്, ഒരുത്തനും എന്നെ വന്ന് കണ്ടില്ല എന്ന്. അപ്പോൾ അത് അവർക്ക് ഒരുത്തനും വന്ന് കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ആരും പോയി കണ്ടില്ലായിരുന്നു. ഞാൻ ഇല്ല കണ്ടില്ല എന്ന് തോന്നണമെന്ന് പറഞ്ഞു. അതിന് ആരും എന്നെ പുള്ളിയെ പോയി കണ്ടില്ല, എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് പറയാൻ എന്നാലേ നടക്കുള്ളൂ എന്ന്. അത് ഞാൻ നേരെ വിളിച്ച് പ്രസിഡന്റ് അടുത്ത് പറഞ്ഞത് അങ്ങനെയുണ്ട് നടക്കുള്ളൂ. സെക്രട്ടറി എടുത്ത് പറഞ്ഞു. ഇപ്പോൾ സെക്രട്ടറി ആലോചിക്കുന്നു, രണ്ടുപേരും പറഞ്ഞു അവർ പൈസ ഒന്നും കൊടുക്കേണ്ട, ഒരു കമ്മിറ്റ്മെന്റ് മാത്രം കൊടുത്താൽ മതി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേര് പറയാതിരിക്കാൻ ഒരു പ്രമുഖൻ തന്നെ വീട്ടിൽ വന്ന് കണ്ടുവെന്നും ബിജു രമേശ് യോഗത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. KM മാണിയെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി PJ ജോസഫ് തങ്ങളെ വിളിച്ചതായും ബാറുടമകൾ യോഗത്തിൽ വെളിപ്പെടുത്തി. ബാർ പൂട്ടിയ ശേഷം ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായി ബാർ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പറയുന്നതും CDയിൽ വ്യക്തം. നിലവാരം നോക്കാതെ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നുവെന്നും രാജ്കുമാർ അംഗങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. മദ്യനയത്തിൽ സർക്കാർ വെള്ളം ചേർത്തത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താതിരിക്കാനായിരുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തം. സർക്കാരിന് എന്നും അനുകൂലമായി നിന്ന വ്യക്തി കൂടിയായിരുന്നു രാജ്കുമാർ ഉണ്ണി. ബിയർ വൈൻ പാർലർ ലഭിച്ച ശേഷം ബാറിനു വേണ്ടി കോടതിയെ സമീപിക്കാമെന്നും കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടാവുകയും സർക്കാർ അതിനെതിരെ അപ്പീൽ പോവുകയും ചെയ്താൽ KM മാണിയുടെ മാത്രമല്ല പണം വാങ്ങിയ മറ്റെല്ലാവരുടെയും പേരുകൾ പറയാമെന്നും രാജ്കുമാർ ഉണ്ണി യോഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. SP സുകേശനും ബിജു രമേശും സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് വ്യക്തമാക്കി കേസെടുത്ത വിജിലൻസ് എന്തുകൊണ്ട് മന്ത്രിമാർക്കും AGക്കും എതിരെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും കേസെടുക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാവുകയാണ്. KG ദിനകർ, തിരുവനന്തപുരം.
പീപ്പിൾ TV പുറത്തുവിട്ട വസ്തുതകൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് എ. പ്രദീപ് കുമാർ MLA പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാന പ്രതിപക്ഷ നേതാവും അതുപോലെ LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയമസഭാ കക്ഷിയുടെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചാണ് അതെങ്ങനെ ഉന്നയിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ നിശ്ചയിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത് എത്രയും പെട്ടെന്ന് ഈ ഗുരുതരമായ പ്രശ്നം ഇന്ന് സഭ ചേരുന്ന സന്ദർഭമായതുകൊണ്ട് സഭയുടെ ശ്രദ്ധയിലേക്ക് ഉൾപ്പെടെ കൊണ്ടുവരേണ്ടതാണ്. പീപ്പിൾ എക്സ്ക്ലൂസീവ് സോളാറിൽ ശങ്കർ റെഡ്ഡിയും ഉൾപ്പെട്ടു. പോലീസ് സ്റ്റേഷനുകളിൽ സോളാർ പാനലുകൾക്കായി ശങ്കർ റെഡ്ഡിയുടെ ഉത്തരവ്. ഉത്തരമേഖല ADGP ആയിരിക്കെ ശങ്കർ റെഡ്ഡി ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. സോളാർ നയത്തിന് സർക്കാർ അനുമതിക്ക് മുമ്പേ 2013 മെയ് 17 ശങ്കർ റെഡ്ഡി ഉത്തരവിറക്കിയത്. സോളാർ നയം മന്ത്രിസഭ അംഗീകരിച്ചത് 2013 നവംബർ 20 സർക്കാരിന് അയക്കാൻ റിപ്പോർട്ട് തയ്യാറാക്കാനായിരുന്നു നിർദ്ദേശം. ബാർ കേസിലെ ശങ്കർ റെഡ്ഡിയുടെ ഇടപെടൽ വിവാദമായിരുന്നു. ടീം സോളാറിനു വേണ്ടി ഉത്തരമേഖല ADGP ആയിരിക്കെ നിലവിലെ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി നടത്തിയ ഇടപെടലുകളാണ് പുറത്തുവരുന്നത്. ഉത്തരമേഖലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സാഹചര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ശങ്കർ റെഡ്ഡി പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പാണിത്. 2013 മെയ് 17 കണ്ണൂർ, കോഴിക്കോട് റേഞ്ച് IGമാർക്കും ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്കും സോളാർ പാനൽ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയത്. 2013 നവംബറിൽ സർക്കാർ സോളാർ നയം രൂപീകരിക്കുന്നതിന് 7 മാസം മുമ്പായിരുന്നു ADGPയുടെ ഉത്തരവ്. പോലീസ് അസോസിയേഷൻ സെക്രട്ടറി GR അജിത്തിന് 20 ലക്ഷം രൂപ നൽകിയപ്പോൾ ശങ്കർ റെഡ്ഡി ഉത്തരവിറക്കുമെന്ന് വാഗ്ദാനം നൽകിയതായി സരിത സ്ഥിരീകരിച്ചു. ഞാൻ കൊടുത്തത് GR അജിത്തിനാണ്. പക്ഷെ അജിത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ അജിത്ത് കാണിച്ചു തരികയും ചെയ്തു. അതായത് ശങ്കർ റെഡ്ഡി സാറ് ഇതുപോലെ നോർത്ത് സോണിൽ ഇങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കിയിട്ടുണ്ടെന്ന് അറിയിച്ചു. പിന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. ശങ്കർ റെഡ്ഡിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് സരിത സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴിയെ ഉത്തരവ് സാധൂകരിക്കുന്നു. ആദ്യം ഉത്തരമേഖലയിലെ പോലീസ് സ്റ്റേഷനുകളിലും പിന്നീട് സംസ്ഥാന വ്യാപകമായും സോളാർ പാനൽ സ്ഥാപിക്കാമെന്ന ഉറപ്പിന്മേലാണ് പോലീസ് അസോസിയേഷന് പണം നൽകിയതെന്നാണ് സരിതയുടെ മൊഴി. ടീം സോളാർ നിക്ഷേപകരെ സമീപിക്കുന്ന കാലയളവിൽ ശങ്കർ റെഡ്ഡി ഇറക്കിയ ഉത്തരവ് ഇവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ടൈറ്റാനിയം കേസ് അട്ടിമറിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം തുടർന്ന് നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചതോടെ സ്പീക്കർ സഭ നിർത്തിവെച്ചു. ട്രാവൻകൂർ ടൈറ്റാനിയം കമ്പനിയിലെ 256 കോടി രൂപയുടെ നവീകരണ പദ്ധതി കരാറിലെ അഴിമതി കേസിൽ ആരോപിതരായ 11 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് തയ്യാറാകാത്ത സാഹചര്യം ഉളവാക്കിയിട്ടുള്ള സ്ഥിതിവിശേഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട ഇളമരം കരീമാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ടെൻഡറിൽ പങ്കെടുക്കാത്ത മെക്കൺ കമ്പനി മലിനീകരണ നിവാരണ പദ്ധതി നടപ്പാക്കുന്നതിനായി കോടികൾ കൊണ്ടുപോയി. 2014 കേസിലെ പ്രതികൾക്കെതിരെ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് സർക്കാർ മുഖവിലക്കെടുത്തില്ല. കേസിൽ സ്റ്റേ ഒഴിവാക്കിയിട്ടും മുഖ്യമന്ത്രി പ്രതിയായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കേസെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നതെന്നും ഇളമരം കരീം ചൂണ്ടിക്കാട്ടി. അതേസമയം 3 പെറ്റീഷനുകളിൽ 1 മാത്രമാണ് നിലവിലുള്ളതെന്നും അതിൽ മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ യാതൊരു ബന്ധവുമില്ലെന്നും മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്, അതിലൂടെ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂവെന്നും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൃത്യസമയത്ത് കോടതിയിൽ സമർപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അഴിമതിയിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു കത്തയച്ചു എന്നത് മാത്രമാണ് തന്റെ പങ്കെന്നും മുഖ്യമന്ത്രിയും മറുപടി നൽകി. അഴിമതി നടത്തുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭരണത്തെ ദുരുപയോഗം ചെയ്യുക, അതാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയ്യുന്നതെന്ന് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതിനുശേഷം K. മുരളീധരൻ തനിക്കെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയപ്പോൾ അത് ഭരണപക്ഷം തടസ്സപ്പെടുത്തിയത് സഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ ബഹളത്തിനും 40 മിനിറ്റ് നേരം സഭ നിർത്തിവെക്കുന്നതിനും വഴിവെച്ചു. അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷം പിന്നീട് തിരികെ എത്തിയ ശേഷം അഴിമതി മന്ത്രിമാർ രാജിവെക്കാത്ത പശ്ചാത്തലത്തിൽ സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നിയമസഭ ബഹിഷ്കരിക്കുകയായിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ സോളാർ വിഷയങ്ങളിൽ നിയമസഭയിൽ ഇന്നും പ്രതിഷേധം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ TP ശ്രീനിവാസന് യോഗ്യതയില്ലെന്ന റൂസയുടെ റിപ്പോർട്ട് സർക്കാർ അവഗണിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ കണക്കിലെടുത്താണ് കാലാവധി നീട്ടി നൽകിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകി. ആഗോള വിദ്യാഭ്യാസ സംഗമത്തിന് പിന്നിൽ കച്ചവട താൽപര്യമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അഴിമതി കേസുകളിൽ ആരോപണവിധേയരായ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുടെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് നിയമസഭ ഇന്നും ആരംഭിച്ചത്. അടിയന്തര പ്രമേയം ഇന്ന് പരിഗണിക്കുമെന്ന സ്പീക്കറുടെ വാക്ക് പാലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ശൂന്യവേളയിൽ വിഷയം പരിഗണിക്കുമെന്ന് സ്പീക്കറുടെ ഉറപ്പിന്മേൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് അയവ് വന്നു.
ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ടി.പി. ശ്രീനിവാസിന് യോഗ്യതയില്ലെന്നും തൽസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന റൂസയുടെ റിപ്പോർട്ട് സർക്കാർ അവഗണിച്ചതായും എ.കെ. ബാലൻ ആരോപിച്ചു. എന്നാൽ റിപ്പോർട്ട് ലഭിച്ചിരുന്നുവെന്നും കൗൺസിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ ടി.പി. ശ്രീനിവാസിന്റെ സേവനങ്ങൾ, മറ്റ് യോഗ്യതകൾ എന്നിവ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടി നൽകിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി.കെ. അബ്ദുറബ്ബ് മറുപടി നൽകി. ആഗോള വിദ്യാഭ്യാസ സംഗമത്തിന് പിന്നിൽ കച്ചവട താൽപര്യമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കച്ചവട താൽപര്യമല്ല, ഉന്നത വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പാക്കുന്നതാണ് സംഗമമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സർവകലാശാലകളുടെയും സ്ഥാപനങ്ങളുടെയും ഭൂമിയും പണവും വിദേശ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അടിയറവ് വെച്ചിട്ടില്ല. വിദ്യാഭ്യാസ മികവിന്റെ ഭാഗമായുള്ള ചർച്ച മാത്രമാണ് നടന്നതെന്നും അബ്ദുറബ്ബ് വിശദീകരിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 29 രാഷ്ട്രീയ കൊലപാതകങ്ങൾ രജിസ്റ്റർ ചെയ്തതായി മന്ത്രി രമേശ് ചെന്നിത്തല സഭയെ രേഖാമൂലം അറിയിച്ചു. ഇതിൽ ഒരു കേസ് CBI അന്വേഷിക്കുന്നു. 3 കേസിൽ UAPA ചുമത്തിയെന്നും മന്ത്രി അറിയിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 4910 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും 676 ആൺകുട്ടികളും ലൈംഗികാതിക്രമത്തിന് വിധേയരായതായും മന്ത്രി സഭയെ അറിയിച്ചു. നിയമസഭയിൽ നിന്നും എസ്. ഷീജ. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന് മറുപടിയുമായി മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിനൊപ്പം ഇരിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്നും ഇനി തനിക്ക് ആർക്കൊപ്പവും ഇരിക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാരുണ്യ പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ KM മാണിയും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതോടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച വഴിപാടായി മാറി. കള്ളും കള്ളിയും പറയുന്നതാണ് പ്രതിപക്ഷത്തിനിപ്പോൾ പഥ്യമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചായിരുന്നു CP മുഹമ്മദ് MLA ഭരണപക്ഷത്തു നിന്നും ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ധനമന്ത്രി സ്ഥാനം രാജിവെച്ച കാര്യം മറന്നതുപോലെയായിരുന്നു KM മാണിയുടെ പ്രസംഗം. ധനകാര്യ മാനേജ്മെന്റിന്റെ ഗതകാല പ്രൗഢി ഉയർത്തിപ്പിടിച്ച് പ്രസംഗിച്ച KM മാണി കാരുണ്യ പദ്ധതിയുടെ പേരിൽ മുഖ്യമന്ത്രിയെ ഒന്ന് കുത്താനും മറന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയട്ടെ, ആ കാരുണ്യ ഇപ്പോൾ വേറെ എങ്ങോട്ടോ മേർജ് ചെയ്യിപ്പിച്ച് കാരുണ്യയുടെ ഐഡന്റിറ്റി ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. വിനീതമായ അഭ്യർത്ഥന, കാരുണ്യെ കൊല്ലരുതേ, കൊല്ലരുതേ. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അതിന്റെ ഐഡന്റിറ്റി പ്രത്യേകമായി നിലനിർത്തണം. ഇന്നലെ ഞാൻ ചുമ്മാ പറഞ്ഞില്ല, ജിയോ ഇറങ്ങി. ബഹുമാന മുഖ്യമന്ത്രി പറയട്ടെ, ജിയോ ഇറങ്ങി, ജിയോ ക്യാൻസൽ ചെയ്യണം. സഭയിൽ VS പുലയാട്ട് പറയുന്നു എന്നായിരുന്നു K. ശിവദാസൻ നായരുടെ പക്ഷം. പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു നന്ദി പ്രമേയ ചർച്ച മുഖ്യമന്ത്രി ഉപസംഹരിച്ചത്. മുഖ്യമന്ത്രിക്കൊപ്പം സഭയിലിരിക്കാൻ ലജ്ജ തോന്നുന്നു എന്ന VSന്റെ പരാമർശത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇതായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന് ഈ സഭയിൽ ഞാനിരിക്കുന്ന സഭയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് നാണക്കേട് തോന്നുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. സാറ്, ഞാനത് വെറുതെ പറയുന്നതല്ല. കാരണം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത് കൊണ്ട് ഇനി ആരോടൊപ്പവും എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ നന്ദി പ്രമേയ ചർച്ച എതിരില്ലാതെ പാസാക്കി സഭ പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനം വളർച്ചയുടെ പാതയിലെന്ന് 2014-2015 സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. മൂലധന നിക്ഷേപത്തിലും വായ്പാ തിരിച്ചടവിലും കുറവുണ്ടായതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പൊതുകടം കൂടിയെങ്കിലും കടത്തിന്റെ വളർച്ചാ നിരക്ക് കുറഞ്ഞുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കാർഷിക മേഖലയിൽ നെഗറ്റീവ് വളർച്ചയാണെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനം വളർച്ചയുടെ പാതയിലാണെന്ന് പറയുന്ന സാമ്പത്തികാവലോകന റിപ്പോർട്ട്, എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി സംസ്ഥാനത്ത് തുടരുന്നുവെന്നത് പറയാതെ പറയുന്നു. 2014-15 വർഷത്തെ റവന്യൂ ചെലവ് 13.08 നിന്നും 18.6% ഉയർന്നു. മൂലധന നിക്ഷേപം കുറഞ്ഞതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വായ്പാ തിരിച്ചടവിലും ഈ കുറവ് രേഖപ്പെടുത്തുന്നു. കടമെടുക്കുന്നതെല്ലാം മൂലധന നിക്ഷേപത്തിനായിരിക്കണമെന്നത് ബജറ്റ് നിഷ്കർഷിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ മൂലധനത്തിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ലെന്ന് പ്ലാനിംഗ് ബോർഡിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്തിന്റെ കടം ഒരു വർഷത്തിനിടെ 10 മടങ്ങ് വർദ്ധിച്ചതായാണ് AGയുടെ പ്രാഥമിക കണക്ക്. റവന്യൂ വരുമാനം വർദ്ധിച്ചു. ആഭ്യന്തര ഉൽപാദനത്തിൽ 6.67% വളർച്ച. ആളോഹരിയിൽ 6.15% വളർച്ചയും കൈവരിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മൂലധന നിക്ഷേപം സർക്കാർ അവകാശപ്പെടുമ്പോൾ ഇതിനെ റിപ്പോർട്ട് തള്ളിക്കളയുന്നു. സംസ്ഥാനത്തിന്റെ നികുതിയേതര വരുമാനത്തിലും വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. 5575 കോടിയിൽ നിന്നും 7283 കോടിയായിട്ടാണ് വരുമാനം ഉയർന്നത്. കാർഷിക മേഖലയിൽ നെഗറ്റീവ് വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. റബ്ബർ, തേങ്ങ എന്നിവയുടെ വിലയിടിവ് പ്രതികൂലമാകും. നിർമ്മാണ, ക്വാറി മേഖലകളിൽ മുൻ വർഷങ്ങളിലെ തളർച്ച മറികടക്കാനായിട്ടില്ല. എണ്ണ വിലയിടിവ് കാരണം ഗൾഫ് വരുമാനത്തിന് ഭീഷണി നേരിടുന്നതായും പ്ലാനിംഗ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നു.
ഈ വർഷം കടപരിധി അവസാനിക്കുമ്പോൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാർ എത്തി നിൽക്കുന്നതെന്നാണ് വിലയിരുത്തൽ. എന്നിട്ടും സാമ്പത്തിക വളർച്ചയുടെ കഥയാണ് പ്ലാനിംഗ് ബോർഡ് റിപ്പോർട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എസ് ഷീജ, തിരുവനന്തപുരം. കെ മുരളീധരനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് VS അച്യുതാനന്ദൻ. തന്നെ പിന്നിൽ നിന്ന് കുത്തിയ ഉമ്മൻചാണ്ടിയെ ന്യായീകരിച്ചതിന് കരുണാകരൻ ജീവിച്ചിരുന്നുവെങ്കിൽ ചാട്ടവാർ കൊണ്ട് അടിക്കുമായിരുന്നുവെന്ന് VSന്റെ പരിഹാസം. VSന്റെ പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെട്ടു. സഭ താൽക്കാലികമായി നിർത്തിവച്ചു. ഇന്നലെ മുരളീധരൻ പറഞ്ഞതിന് പലിശ സഹിതം മറുപടി നൽകാൻ ഒരുങ്ങി തന്നെയായിരുന്നു VS ഇന്ന് സഭയിലെത്തിയത്. മഹാത്മാഗാന്ധിയേക്കാൾ മഹാനാണ് ഉമ്മൻചാണ്ടിയെന്ന് മുരളീധരൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ വൃത്തികേടുകൾക്ക് മുരളി ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഇതൊക്കെ കാണാൻ കരുണാകരൻ ഇല്ലാതെ പോയത് മുരളീധരൻ്റെ മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെയും ഭാഗ്യം. കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയെ ന്യായീകരിച്ചതിന് ചാട്ടവാർ കൊണ്ട് മകനെ അടിച്ചേനെയെന്നും VS മുരളിയെ ഓർമ്മിപ്പിച്ചു. ഇതോടെ ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ബഹളം ഉയർന്നു. VD സതീശനും മുരളീധരനും ക്ഷുഭിതരായതോടെ പ്രതിപക്ഷവും സീറ്റിൽ നിന്ന് എണീറ്റു. ഭരണപക്ഷം നിലപാട് ഘടിപ്പിച്ചതോടെ VS പതിവ് ശൈലിയിൽ പ്രത്യാക്രമണം നടത്തി. സഭ കൂടുതൽ ബഹളമയമായതോടെ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സ്പീക്കർ തീരുമാനിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. വൻ വരവേൽപ്പാണ് ജാഥയ്ക്ക് ജില്ലയിലെമ്പാടും ലഭിക്കുന്നത്. ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഇന്ന് എവിടെയാണ് ജാഥ സമാപിക്കുന്നത്? ഒപ്പം എത്രത്തോളം ആവേശകരമായിരുന്നു ഇതുവരെയുള്ള ജാഥയുടെ വരവേൽപ്പ്? ഇന്ന് ഉച്ചയോടെയാണ് ജാഥ കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് അല്പം മുമ്പ് സ്വീകരണ പരിപാടികൾ പൂർത്തിയായി. വളരെ ആവേശകരമായ വലിയ ജനസഞ്ചയം അണിനിരന്ന ഒരു സ്വീകരണ പരിപാടിയാണ് പത്തനാപുരത്ത് കാണാൻ കഴിഞ്ഞത്. മാത്രവുമല്ല ഒട്ടേറെ നേതാക്കൾ അവിടെ പങ്കെടുക്കുകയും ചെയ്തു. വിശേഷം ഗണേഷ് കുമാറിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. മറ്റൊന്ന്, അടുത്ത സ്വീകരണ കേന്ദ്രം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിലേക്ക് ജാഥ പ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കൊട്ടാരക്കരയിൽ ജാഥ എത്തിച്ചേരും. ഇപ്പോൾ കൊട്ടാരക്കരയിൽ യോഗ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ സമാപനം കുന്നത്തൂർ നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായി ശാസ്താംകോട്ടയിലാണ്. നാളെയും കൊല്ലം ജില്ലയിൽ തന്നെയാണ് ജാഥ പര്യടനം നടത്തുന്നത്. ഇന്ന് രാവിലെ പത്തനംതിട്ട നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായ അടൂരിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. അടൂരിലും അങ്ങേയറ്റം പ്രൗഢഗംഭീരമായ വരവേൽപ്പ് തന്നെയാണ് ജാഥയ്ക്ക് ലഭിച്ചത്. അടൂരിലെ സ്വീകരണത്തോടുകൂടി പത്തനംതിട്ടയിലെ പര്യടനം പൂർത്തിയാവുകയും തുടർന്നാണ് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുകയും ചെയ്തത്. നാളെയും മറ്റന്നാളും കൂടി കൊല്ലം ജില്ലയിൽ ജാഥ പര്യടനം തുടരും. ശരി സാലി. പ്രമുഖ ഭവന നിർമ്മാതാക്കളായ മലബാർ ഡെവലപ്പേഴ്സിന്റെ തിരുവനന്തപുരത്തെ ആദ്യ റെസിഡൻഷ്യൽ പ്രോജക്ടിന്റെ വിപണന ഉദ്ഘാടനം മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. മലബാർ ഗ്രാൻഡ് സെഡാർ ബ്രോഷർ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MB അഹമ്മദിൽ നിന്ന് K മുരളീധരൻ MLA ഏറ്റുവാങ്ങി. അപ്പാർട്ട്മെന്റിന്റെ ആദ്യ വിൽപ്പന V ശിവൻകുട്ടി നിർവഹിച്ചു. തിരുവനന്തപുരം കവടിയാറിൽ 14 നിലകളിലായി 37 അപ്പാർട്ട്മെന്റുകളാണ് ഗ്രാൻഡ് സെഡാറിലുള്ളത്. ദക്ഷിണേന്ത്യയിലെ മറ്റ് പ്രമുഖ നഗരങ്ങളിലേക്ക് പാർപ്പിട പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് മലബാർ ഗ്രൂപ്പ് അറിയിച്ചു.